Good morning. Good morning, ma'am. Good morning, ma'am. Okay. ഇന്നലെ നമ്മൾ എടുത്തത് CSSD ആണല്ലേ, സെൻട്രൽ സ്റ്റെറൈൽ സപ്ലൈ ഡിപ്പാർട്ട്മെന്റ്. എന്തായിരുന്നു സെൻട്രൽ സ്റ്റെറൈൽ സപ്ലൈ ഡിപ്പാർട്ട്മെന്റ്? ഓർമ്മയുണ്ടോ? വായിച്ചു നോക്കി ഇന്നലെ പോയിട്ട്. എന്താണ് അതിൽ ചെയ്യുന്ന പ്രോസസ്? എന്താണ്? എന്തായിരുന്നു CSSD? സ്റ്റെറിലൈസേഷൻ. ആർക്ക് പറയാൻ പറ്റും അതിന്റെ പ്രോസസ്? പറഞ്ഞു നോക്കിയേ, ആര് പറയുന്നു? തൻസിയ. മാം, ഞാൻ ഇന്നലെ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്തില്ലായിരുന്നേ. Okay, okay. Ashley. Ashley. Ma'am. Hello. പറഞ്ഞോ. Good morning. കേൾക്കുന്നുണ്ട്. CSSD എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്റ്റെറൈൽ ആയിട്ടും നോൺ സ്റ്റെറൈൽ ആയിട്ടും എല്ലാ ഡിപ്പാർട്ട്മെന്റ് ഹോസ്പിറ്റലിലെ എല്ലാ ഡിപ്പാർട്ട്മെന്റിലെ സേഫ്റ്റി കൊടുക്കണ, പേഷ്യൻസിലെ എല്ലാ സേഫ്റ്റിയും കൊടുക്കണ കെയറും അതല്ലേ? അതാണോ? ആർക്ക് പറയാൻ കറക്റ്റായിട്ട്? ആര്യ വിജയൻ ഒന്ന് പറഞ്ഞു കൊടുക്കോ? ആര്യ. ആരില്ല? മാം, ഞാൻ പറയാം. ആരാ പറയാം? ശ്രുതി. CSD എന്ന് പറഞ്ഞാൽ ഹോസ്പിറ്റലിന്റെ സപ്പോർട്ടിംഗ് ഡിപ്പാർട്ട്മെന്റ് ആണ്. പിന്നെ ഇതില് ഒരു ഹോസ്പിറ്റലിന് വേണ്ടി വരുന്ന എക്യുപ്മെന്റ്സ്, അത് സ്റ്റെറൈലും നോൺ സ്റ്റെറൈൽ എക്യുപ്മെന്റ്സിനെ സ്റ്റെറൈൽ ആക്കിയിട്ട് എല്ലാ ഡിപ്പാർട്ട്മെന്റിലേക്കും പ്രൊവൈഡ് ചെയ്യുകയാണ് CSD ചെയ്യുന്നത്. കേട്ടോ? കുട്ടി പറഞ്ഞത് കേട്ടോ? കറക്റ്റ് ആയിട്ട് പറഞ്ഞു. ശ്രുതി എപ്പോഴും ആൻസർ പറയുന്നത് കൊണ്ടാണ് മിസ് വിളിക്കാനത്. അല്ലെങ്കിൽ ആൾക്കാരുടെ പരാതി ഉണ്ടാവുമല്ലോ, എന്നെ വിളിക്കുന്നില്ല അല്ലെ? എപ്പോഴെപ്പോഴും ശ്രുതിനെ വിളിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കുട്ടിയാണ് എന്തെങ്കിലും കമന്റ് ഇടുന്നതോ, എല്ലാവരും കമന്റ് ഇടാറുണ്ട്, എന്നിരുന്നാലും മിസ് ചോദിക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറയും എന്തെങ്കിലുമൊക്കെ. ഓക്കെ, അതുകൊണ്ടാണ് മിസ് ആ കുട്ടീനെ വിളിക്കാനത് കേട്ടോ. ഓക്കെ, ഇനി ആർക്ക് പറയാം? ശരണ്യ. നിമ്മി. ഒരു ഹോസ്പിറ്റലിൽ ധാരാളം ഡിപ്പാർട്ട്മെന്റ്സ് ഉണ്ട്. ഓരോ ഡിപ്പാർട്ട്മെന്റിൽ നിന്നും ലഭിക്കുന്ന മലിനമായ എക്യുപ്മെന്റ്സും പിന്നെ അത് ക്ലീനാക്കി അണുവിമുക്തമാക്കി അതത് ഡിപ്പാർട്ട്മെന്റിലേക്ക് തിരിച്ചു കൊടുക്കുന്നു. അതുപോലെ തന്നെ അങ്ങനെ രണ്ട് എക്യുപ്മെന്റ്സുകളുണ്ട്, സ്റ്റെറൈലും ഉണ്ട് നോൺ സ്റ്റെറൈലും ഉണ്ട്. അപ്പൊ ഹോസ്പിറ്റലിൽ വരുന്ന പേഷ്യൻസിന് ഇൻഫെക്ഷൻ ഇല്ലാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഓക്കെ, നന്നായിട്ട് പറഞ്ഞല്ലോ, കറക്റ്റ് ആയിട്ട് പറഞ്ഞു. മനസ്സിലായല്ലോ? ക്ലിയർ ആയില്ലേ നിങ്ങൾ പറഞ്ഞപ്പോ? ഇനി ആരാ പറയാ? ഹീര രജീഷ്. യെസ് മാം. എന്താണ് CSSD ഡിപ്പാർട്ട്മെന്റ് മീൻസ് ഹോസ്പിറ്റലിൽ ഒരു പ്രധാന ഡിപ്പാർട്ട്മെന്റ് ആണ്. അത് ഹോസ്പിറ്റലിലുള്ള എല്ലാ എക്യുപ്മെന്റ്സും, അതായത് സ്റ്റെറൈൽ എക്യുപ്മെന്റ്സും നോൺ സ്റ്റെറൈൽ എക്യുപ്മെന്റ്സും എല്ലാം സ്റ്റെറിലൈസ് ചെയ്ത് ഓരോ ഡിപ്പാർട്ട്മെന്റിലേക്ക് കൃത്യമായി എത്തിച്ചു കൊടുക്കുന്നത് CSSD ഡിപ്പാർട്ട്മെന്റ് ആണ്. ഇത് പേഷ്യൻസിന്, അതായത് മീൻസ് ആന്റിവൈറസ് മീൻസ് ബാക്ടീരിയ ഒന്നും തട്ടാതിരിക്കാനും
അതിന് വേണ്ടുന്ന എല്ലാ പ്രക്രിയകളും ചെയ്ത് എല്ലാ എക്യുപ്മെന്റ്സും അതായത് ഡിപ്പാർട്ട്മെന്റിൽ എത്തിച്ചു കൊടുക്കുന്നത് ഒരു മെയിൻ ഡ്യൂട്ടിയാണ് CSSD ഡിപ്പാർട്ട്മെന്റ് ചെയ്യുന്നത്. മിസ്സേ, ഞാൻ ഇന്നലെ ക്ലാസ്സിൽ കയറിയിട്ടില്ല, ഇന്നലെ ഉണ്ടായിരുന്നില്ല, ലീവായിരുന്നു. ആതിര കൃഷ്ണൻ. ആതിര കൃഷ്ണൻ. മാം, ഞാൻ ഫുഡ് കഴിച്ചോണ്ടിരിക്കുവായിരുന്നു. ഓക്കെ. ഭാഗ്യ. സോറി മിസ്, ഞാൻ ക്ലാസ്സിൽ ഇന്നലെ അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല. ഓക്കെ, ആരും ക്ലാസ്സിലുണ്ടായിരുന്നില്ലേ? ഇനി ആരാ? അനഘ. അനഘില്ല. സിസ്റ്റേഴ്സ് ഉണ്ടോ? സിസ്റ്റേഴ്സിനെ കാണാറില്ലല്ലോ. സിസ്റ്റർ ഉണ്ടോ? Hello, ma'am. Hello.
ഹലോ ഓക്കെ നെറ്റ് ഇഷ്യൂ കാരണമുണ്ടോ? നെറ്റ് പോയിരുന്നു, അതുകൊണ്ടാണ്. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ടൈം പോയി. നെക്സ്റ്റ് ക്ലാസ്സിൽ ക്വസ്റ്റ്യൻ ചോദിക്കാം കേട്ടോ. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് നമ്മുടെ വർക്ക് ഫ്ലോ ഓഫ് CSSD. ക്ലാസ് കഴിഞ്ഞിട്ട് പറയാം കേട്ടോ നമുക്ക് ശരണ്യ. ഓക്കെ, അപ്പൊ വർക്ക് ഫ്ലോ ഓഫ് CSSD. പിന്നെ വർക്ക് ഫ്ലോ നോക്കിക്കോളൂ, ഒരു ഡയഗ്രാം പോലെയാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഡയഗ്രാം ആണ്, കറക്റ്റ് ആയിട്ട് പഠിക്കാം. ഏത് കഴിഞ്ഞാൽ ഏത് വരും, അല്ലെങ്കിൽ എന്താണ് റിസൾട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏത് വരും എന്നുള്ളത് എഴുതി വെച്ച് തന്നെ പഠിക്കണം കേട്ടോ. ചിലപ്പോൾ ക്വസ്റ്റ്യൻ വരാം, ഇത് കഴിഞ്ഞാൽ ഏതാണ് എന്നുള്ളത് ക്വസ്റ്റ്യൻ വരാം. അപ്പൊ ഫസ്റ്റ് വൺ നോക്കിയേ, വർക്ക് ഫ്ലോ ഓഫ് CSSD. ഫസ്റ്റ് വൺ എന്താണ്? റിസീപ്റ്റ് അല്ലേ? റിസീപ്റ്റ് എന്ത് ചെയ്യുന്നുണ്ട്? നമ്മൾ സ്വീകരിക്കുന്നുണ്ട് അല്ലേ? മലിനമായ എക്യുപ്മെന്റ്സ് അതാത് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് CSSDയിലോട്ട് സ്വീകരിക്കുന്നു. അതാണ് റിസീപ്റ്റ് കേട്ടോ. പേജ് നമ്പർ ഒന്ന് പറഞ്ഞു കൊടുത്തേ. ഓക്കെ, റിസീപ്റ്റ് മനസ്സിലായില്ലേ? ഇനി നെക്സ്റ്റ് ആണ് റിൻസിങ് അല്ലേ? റിൻസിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? വാഷിംഗ്. നമ്മള് അതാത് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് മലിനമായിട്ടുള്ള എക്യുപ്മെന്റ്സുകൾ സ്വീകരിച്ചു, അത് വാഷ് ചെയ്തു. റിൻസിങ് എന്ന് പറഞ്ഞാല് വാഷിംഗ്. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്തു? ക്ലീനിങ് നടത്തി അല്ലേ? രക്തക്കറകളോ അല്ലെങ്കിൽ ബോഡി ഫ്ലൂയിഡ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് ക്ലീൻ ആക്കി. അതിനുശേഷം ഇനി ക്ലീൻ ആക്കുമ്പോ എന്താണ്? ഡിഫറെന്റ്, ചിലപ്പോ വലുതായിട്ടുള്ള എക്യുപ്മെന്റ്സ് ഉണ്ടാകും, ചിലപ്പോ ചെറിയതായിട്ടുള്ള എക്യുപ്മെന്റ്സ്, ചിലപ്പോ ഒരു എന്താണ് മിഡിൽ അല്ലെ, അങ്ങനെയുള്ള ഇടത്തരത്തിലുള്ള എക്യുപ്മെന്റ്സ് ഒക്കെ ഉണ്ടാവും. പലതരത്തിലുള്ള എക്യുപ്മെന്റ്സ് ആണ് ഓരോ ഡിപ്പാർട്ട്മെന്റിലും നമ്മൾ യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ക്ലീൻ ആക്കുമ്പോ ഡിറ്റർജന്റ് യൂസ് ചെയ്യണം. അതുപോലെ തന്നെ വലുതും ചെറുതുമായിട്ടുള്ള ബ്രഷുകൾ ഉപയോഗിച്ച് വേണം ക്ലീൻ ആക്കാനായിട്ട്. 3 കാര്യങ്ങളാണ് പറഞ്ഞത്. റെസിപ്റ്റ് സ്വീകരിച്ചു, വാഷ് ചെയ്തു, അതുപോലെ തന്നെ ബോഡി ഫ്ലൂയിഡ്സോ അല്ലെങ്കിൽ രക്തക്കറകളൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് ക്ലീൻ ആക്കി. എന്തുപയോഗിച്ചുകൊണ്ട്? ഡിറ്റർജന്റും പലതരത്തിലുള്ള വലുതും ചെറുതുമായിട്ടുള്ള ബ്രഷുകൾ യൂസ് ചെയ്തുകൊണ്ട് അത് ക്ലീൻ ആക്കുന്നു. അതിനുശേഷം എന്താണ്? ഡ്രൈയിങ് അല്ലേ? ഉണക്കി. ഇത്ര വരെ ഓക്കെ ആണോ? 4 കാര്യങ്ങൾ പറഞ്ഞത് ഓക്കെ അല്ലേ? ഇനി നെക്സ്റ്റ് ആണ് ചെക്കിംഗ് ആൻഡ് ട്രേ അസംബ്ലിങ്. എന്താണ്? സ്റ്റെറിലൈസേഷന് വേണ്ടിയിട്ട് ഓരോ ഡിപ്പാർട്ട്മെന്റിൽ നിന്നും വന്നിരിക്കുന്ന എക്യുപ്മെന്റ്സ് ഏതൊക്കെയാണെന്ന് നോക്കി ട്രേകളില് അസംബിൾ ചെയ്ത് വെച്ചു. മനസ്സിലായോ? സ്റ്റെറിലൈസേഷൻ ചെയ്യാനായിട്ട് കൊണ്ടുവന്നിരിക്കുന്ന എക്യുപ്മെന്റ്സുകള് ഏത് ഡിപ്പാർട്ട്മെന്റിൽ നിന്നാണോ ഏത് എക്യുപ്മെന്റ്സ് കൊണ്ടുവന്നിരിക്കുന്നത് എന്നുള്ളത് നോക്കിയിട്ട് ട്രേകളില് അസംബിൾ ചെയ്ത് വെച്ചു. അതിനുശേഷം എന്താണ്? സ്റ്റെറിലൈസേഷൻ. ഏരോ മാർക്ക് പോകുന്നത് നോക്കണം കേട്ടോ, മാറിപ്പോവരുത് കേട്ടോ. ഓക്കെ, ചെക്കിംഗ് ആൻഡ് ട്രേ അസംബ്ലിംഗ് കഴിഞ്ഞതിന് ശേഷം സ്റ്റെറിലൈസേഷൻ പ്രോസസ് ആണല്ലേ? സ്റ്റെറിലൈസേഷൻ ചെയ്യുന്നു, അണുവിമുക്തമാക്കി. അതിനുശേഷം ലേബലിംഗ്. ലേബലിംഗ് എന്താണ്? ലേബലിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്റ്റെറിലൈസേഷൻ ചെയ്തതിനു ശേഷം നമ്മൾ എന്ത് ചെയ്തു? ലേബലിംഗിലോട്ട് പോയില്ലേ? ഈ ലേബലിംഗ് എന്ന് പറഞ്ഞാല് നമ്മൾ ഏത് ഡേറ്റിലാണ് ഈ എക്യുപ്മെന്റ്സുകൾ സ്റ്റെറിലൈസേഷൻ ചെയ്തത്, ഇനി സ്റ്റെറിലൈസേഷൻ ചെയ്ത എക്യുപ്മെന്റ്സുകൾ എത്ര ദിവസം വരെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും എന്നുള്ളത് ആ എക്യുപ്മെന്റിന്റെ പുറത്ത് ലേബൽ ഒട്ടിച്ചു വെക്കും.
ഓക്കെ, ക്ലിയർ ആയോ? സ്റ്റെറിലൈസേഷൻ ചെയ്തതിനു ശേഷം ലേബലിംഗ് നടത്തുന്നുണ്ട്. എങ്ങനെയാ ലേബലിംഗ് നടത്തുന്നത്? ഇന്ന് വരെയാണ് ഈ സ്റ്റെറിലൈസേഷൻ ചെയ്ത എക്യുപ്മെന്റ്സ് ഉപയോഗിക്കാൻ പറ്റുന്നത് എന്നുള്ള ഡേറ്റ്, അതുപോലെ തന്നെ എന്നാണ് ഈ എക്യുപ്മെന്റ് സ്റ്റെറിലൈസേഷൻ ചെയ്തത് എന്നുള്ള ഡേറ്റും ഇതിനകത്ത് ലേബൽ ഒട്ടിച്ചു വെക്കുന്നു. ക്ലിയർ ആയോ? എക്യുപ്മെന്റിന്റെ പുറത്ത് ലേബൽ ചെയ്ത് വെക്കും. അതിനുശേഷം എന്താണ്? സ്റ്റോറേജ് അല്ലെ, സ്റ്റോർ ചെയ്ത് വെക്കുന്നു. അതിനുശേഷം അതാത് ഡിപ്പാർട്ട്മെന്റിലേക്ക് ഇഷ്യൂ ആൻഡ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നു. ഇത്രയുമാണ് CSSDയുടെ വർക്ക് ഫ്ലോ എന്ന് പറയുന്നത്. ആദ്യം മുതൽ ഒന്നുകൂടി പറയാം. സ്വീകരിച്ചു അല്ലെ, അതാത് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് മലിനമായിട്ടുള്ള എക്യുപ്മെന്റ്സുകൾ സ്വീകരിച്ചു. അതിനുശേഷം അതൊന്ന് വാഷ് ചെയ്തു. അതിനുശേഷം എന്താണ്? ഡിറ്റർജന്റുകളും പലതരത്തിലുള്ള ബ്രഷുകളും യൂസ് ചെയ്തുകൊണ്ട് അത് ക്ലീൻ ആക്കി അല്ലെ. രക്തക്കറകൾ ഉണ്ടാവും, അതുപോലെ തന്നെ ബോഡി ഫ്ലൂയിഡ്സ് ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ഡിറ്റർജന്റുകളും ബ്രഷുകളും പലതരത്തിലുള്ള വലുതും ചെറുതുമായിട്ടുള്ള ബ്രഷുകളും യൂസ് ചെയ്തുകൊണ്ടൊന്ന് ക്ലീൻ ആക്കി. അതിനുശേഷം അത് ഉണക്കി. അതിനുശേഷം സ്റ്റെറിലൈസേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് അതാത് ഡിപ്പാർട്ട്മെന്റിൽ നിന്നും കൊണ്ടുവന്നിരിക്കുന്ന എക്യുപ്മെന്റ്സ് ട്രേകളിൽ അസംബിൾ ചെയ്ത് വെച്ചു. അതിനുശേഷം സ്റ്റെറിലൈസേഷൻ പ്രോസസ്സ് നടത്തി അണുവിമുക്തമാക്കി. അതിനുശേഷം ലേബൽ ഒട്ടിച്ചു വെക്കും അല്ലെ. എക്യുപ്മെന്റിന്റെ പുറത്ത് നമ്മൾ ലേബൽ ഒട്ടിച്ചു വെക്കുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്? സ്റ്റെറിലൈസേഷൻ ചെയ്ത ഡേറ്റ് എന്നാണ്, സ്റ്റെറിലൈസേഷൻ ചെയ്ത ഡേറ്റ് എന്ന് വരെ, ഈ എക്യുപ്മെന്റ് സ്റ്റെറിലൈസേഷൻ ചെയ്തിട്ട് എന്ന് വരെ നമുക്ക് യൂസ് ചെയ്യാം. ചിലപ്പോ ഒരാഴ്ച യൂസ് ചെയ്യാൻ പറ്റും, ചിലപ്പോ 2 ദിവസം പറ്റുള്ളൂ. അപ്പൊ അങ്ങനെയുള്ള എക്യുപ്മെന്റ്സുകൾ എന്ന് വരെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളത് ലേബൽ ചെയ്ത് വെച്ചു. അതിനുശേഷം സ്റ്റോറേജ് ചെയ്തു. അതിനുശേഷം അതാത് ഡിപ്പാർട്ട്മെന്റിലേക്ക് ഡിസ്ട്രിബ്യൂഷൻ നടത്തി. ഓക്കെ, വർക്ക് ഫ്ലോ ഓക്കെ ആണോ? ഓക്കെ, ഇനി നെക്സ്റ്റ് ആണ് ഓർഗാനോഗ്രാം. ഓക്കെ, ഓർഗാനോഗ്രാം എന്ന് പറഞ്ഞാൽ എന്താണ്? ഡയഗ്രാം അല്ലേ. ഏത് പൊസിഷനിലാണ്? ഫസ്റ്റ് CSD ഡിപ്പാർട്ട്മെന്റിൽ ഫസ്റ്റ് പൊസിഷനിൽ ആരാണുള്ളത്, അതുപോലെ തന്നെ ഏറ്റവും ലാസ്റ്റ് പൊസിഷനിൽ ആരാണുള്ളത് എന്നുള്ള ഓർഗാനോഗ്രാം ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ശ്രദ്ധിച്ചു നോക്കിയേ. ഫസ്റ്റ് പൊസിഷനിൽ വരുന്നത് ആരാണ്? CSD ഇൻചാർജ് ഓർ മാനേജർ. ഇനി അദ്ദേഹത്തിന് കീഴിൽ വരുന്നത് ടെക്നീഷ്യൻസ് വരുന്നുണ്ട്. അവർക്ക് കീഴിൽ വരുന്നത് ആരാണ്? അസിസ്റ്റൻസ്. ഇനി അവർക്ക് കീഴില് ക്ലർക്ക് ഓർ സ്റ്റോർ കീപ്പർ. അതിനുശേഷം അവർക്ക് കീഴിൽ വരുന്നത് ലാസ്റ്റ് ആണ് ഇത് ഹൗസ് കീപ്പിംഗ് സ്റ്റാഫ്. ഇത്രയും പേരാണ് ആ സ്ട്രക്ചറിലുള്ളത് കേട്ടോ, ഓർഗാനോഗ്രാമിലുള്ളത്. ഓക്കെ, CSD ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യുന്ന ആളുകളുടെ സ്ട്രക്ചർ ആണ് കൊടുത്തിരിക്കുന്നത്, ഡയഗ്രാംസ്. ഫസ്റ്റ് പൊസിഷനിൽ ആരാണ്, ഏറ്റവും ലാസ്റ്റ് പൊസിഷനിൽ ആരാണ് ഉള്ളത് ഒന്ന് നോക്കാം, ശ്രദ്ധിക്കാം കേട്ടോ. ഫസ്റ്റ് പൊസിഷനിൽ വരുന്നത് ഇൻചാർജ് ഓർ മാനേജർ ആണ്. അതിനുശേഷം ടെക്നീഷ്യൻസ് വരുന്നുണ്ട്. അതിനുശേഷം അവർക്ക് കീഴിൽ വരുന്നത് അസിസ്റ്റന്റ് ആണ്. അതിനുശേഷം ക്ലർക്ക് ഓർ സ്റ്റോർ കീപ്പർ. അതിനുശേഷം സ്റ്റോർ കീപ്പർ ആണ് കേട്ടോ, സ്റ്റോർ കീപ്പർ. അതിനുശേഷം വരുന്നത് ഹൗസ് കീപ്പിംഗ് സ്റ്റാഫുകള്. ഓക്കെ, അതും കൂടി ഒന്ന് പഠിച്ചു വെക്കണം കേട്ടോ. ഡയഗ്രാം പഠിച്ചു വെക്കാം, ഇമ്പോർട്ടന്റ് ആണ്, ക്വസ്റ്റ്യൻ വരാറുണ്ട്. ഇനി നെക്സ്റ്റ് ആണ് ഫങ്ഷണൽ ഏരിയാസ് അറ്റ് CSSD. അപ്പൊ ഫങ്ഷണൽ ഏരിയാസിൽ 6 കാര്യങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. ഏതൊക്കെ ഏരിയാസ് ഉണ്ടെന്ന് ചോദിക്കാറുണ്ട്. അതുപോലെ തന്നെ എത്ര ഏരിയാസ് ആണുള്ളത് എന്ന് ചോദിക്കാറുണ്ട് കേട്ടോ. ഏതൊക്കെയാണ്? റിസീവിംഗ് ഏരിയ, അതിനുശേഷം വരുന്നത് ക്ലീനിങ് ഏരിയ, പാക്കിംഗ് ഏരിയ, സ്റ്റെറിലൈസേഷൻ ഏരിയ, സ്റ്റോറേജ് ഏരിയ ആൻഡ് ലാസ്റ്റ് വൺ ഡിസ്ട്രിബ്യൂഷൻ ഏരിയ. എത്ര ഏരിയാസ് ആണ് CSDക്ക് ഉള്ളത്? 6 ഏരിയാസ് ആണ് അല്ലെ, 6 ഏരിയാസ് ആണുള്ളത്. ഏറ്റവും ഫസ്റ്റ് ഏരിയ ആണ് എന്ത്? റിസീവിംഗ് ഏരിയ. നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഓരോ ഡിപ്പാർട്ട്മെന്റിൽ നിന്നും കൊണ്ടുവരുന്ന മലിനമായിട്ടുള്ള ഐറ്റംസ് റിസീവിംഗ് ഏരിയയിലൂടെയാണ് ഈ CSD ഡിപ്പാർട്ട്മെന്റിലോട്ട് സ്വീകരിക്കുന്നത്. മനസ്സിലായില്ലേ? ഐറ്റംസ് സ്വീകരിക്കുന്ന ഏരിയ. അപ്പോ ആ റിസീവിംഗ് ഏരിയയിൽ പ്രത്യേക തരത്തിലുള്ള വിൻഡോയും കൗണ്ടറും ഉണ്ടാവും. ആ കൗണ്ടറിലൂടെയാണ് മലിനമായിട്ടുള്ള ഐറ്റംസ് നമ്മൾ അതിന്റെ ഉള്ളിലേക്ക് സ്വീകരിക്കുന്നത്. അതുപോലെ തന്നെ ഡിസ്ട്രിബ്യൂഷൻ ഏരിയയിലും ഐറ്റംസ്
സ്റ്റെറിലൈസ് ചെയ്തിട്ട് അണുമുക്തമാക്കിയിട്ട് നമ്മൾ ഓരോ ഡിപ്പാർട്ട്മെന്റിലേക്കും കൊടുക്കൂലേ, അത് ഈ ഏരിയയിലൂടെയാണ്, ഡിസ്ട്രിബ്യൂഷൻ ഏരിയയിലൂടെയാണ്. അപ്പൊ റിസീവിംഗ് ഏരിയയിൽ ഉള്ളതുപോലെ തന്നെ പ്രത്യേക തരത്തിലുള്ള കൗണ്ടറും ഈ ഡിസ്ട്രിബ്യൂഷൻ ഏരിയയിൽ ഉണ്ടാവും. ഇതിലൂടെയാണ് അതാത് ഡിപ്പാർട്ട്മെന്റിലേക്ക് നമ്മൾ ഐറ്റംസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. ഇത്ര വരെയും പറഞ്ഞത് ഓക്കെയാണോ? ഓക്കെയാണോ? 6th ഏരിയ ഉണ്ട് കേട്ടോ. ഓക്കെ, അതാത് റിസീവിംഗ് ഏരിയ കഴിഞ്ഞിട്ടുള്ള ഏരിയ ഏതാണ്, അല്ലെങ്കിൽ 3rd ഏരിയ ഏതാണ് എന്നുള്ളത് ചോദിക്കാം കേട്ടോ. അപ്പോ നമ്പർ അനുസരിച്ച് അല്ലെങ്കിൽ ക്രമം അനുസരിച്ച് അത് പഠിക്കണം. ഓക്കെ, ഇനി നമ്മൾ ഫസ്റ്റ് ഏരിയ നോക്കുകയാണ്. റിസീവിംഗ് ഏരിയ. Items used from several departments of the hospital are transferred to CSSD for cleaning and sterilization. എന്താണ്, ഓരോ ഡിപ്പാർട്ട്മെന്റിൽ നിന്നും നമ്മള് എന്താണ് പലതരത്തിലുള്ള ഡിപ്പാർട്ട്മെന്റ്സ് ഉണ്ട് അല്ലെ. അപ്പൊ ഓരോ ഡിപ്പാർട്ട്മെന്റിൽ നിന്നും ഐറ്റംസ് എന്തിനാണ് ഈ റിസീവിംഗ് ഏരിയയിലോട്ട് കൊണ്ടുവരുന്നത്? അത് ക്ലീൻ ചെയ്യാനായിട്ടും സ്റ്റെറിലൈസ് ചെയ്യാനായിട്ടുമാണ് നമ്മൾ ഈ റിസീവിംഗ് ഏരിയയിലോട്ട് ഐറ്റംസ് കൊണ്ടുവരുന്നത്. ഇനി എന്താണ്, പ്രിഫറബിലി ദ ഐറ്റംസ് വിച്ച് ഗെറ്റ് സ്റ്റെയിൻഡ് അല്ലെ, മലിനമാണല്ലേ ഐറ്റംസ്. എന്തുകൊണ്ട് മലിനമായിരിക്കാം? Blood or body fluids should be decontaminated with sodium hypochlorite solution in the user department itself before sending to CSSD. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഇപ്പൊ ഓപ്പറേഷൻ തിയേറ്ററിൽ നമ്മള് രോഗിയെ ഓപ്പറേഷന് വേണ്ടിയിട്ട് കുറച്ച് ഐറ്റംസ് അല്ലെ, കുറച്ച് എക്യുപ്മെന്റ്സ് അവിടെ യൂസ് ചെയ്യും അല്ലെ ഓപ്പറേഷന് വേണ്ടിയിട്ട്. ആ ഐറ്റംസിൽ ചിലപ്പോ അയാളുടെ ബോഡി ഫ്ലൂയിഡ്സ് ഉണ്ടാവും, അതുപോലെ തന്നെ ബ്ലഡുകൾ അല്ലെ, രക്തക്കറകളൊക്കെ ഉണ്ടാവും. അപ്പോ അവിടെ വെച്ച് തന്നെ, ആ ഓപ്പറേഷൻ തിയേറ്ററിൽ വെച്ച് തന്നെ സോഡിയം ഹൈപ്പോക്ലോറൈറ്റ് സൊല്യൂഷൻ ഉപയോഗിച്ചുകൊണ്ട് ഡീകണ്ടാമിനേറ്റ് ചെയ്യണം, അണുവിമുക്തമാക്കണം. ക്ലിയർ ആയോ? ആ ഓപ്പറേഷൻ തിയേറ്ററിൽ വെച്ച് തന്നെ നമ്മൾ എന്ത് ചെയ്യണം? ബോഡി ഫ്ലൂയിഡ്സോ അല്ലെങ്കിൽ ബ്ലഡുകളൊക്കെ ഉണ്ടെങ്കിൽ ആ സോഡിയം ഹൈപ്പോക്ലോറൈറ്റ് സൊല്യൂഷൻ ഉപയോഗിച്ച് തന്നെ അവിടെ വെച്ച് തന്നെ അത് ക്ലീൻ ആക്കിയതിനു ശേഷമാണ് ഈ റിസീവിംഗ് ഏരിയയിലോട്ട് ഐറ്റംസ് കൊടുക്കാനായിട്ട് പാടുള്ളൂ. ഓക്കെ ആണോ? അത് മനസ്സിലായോ? അവിടെ വെച്ച് അതാണ് പറയുന്നത് യൂസർ ഡിപ്പാർട്ട്മെന്റ് itself before sending to CSSD. അവിടെ വെച്ച് നമ്മൾ ഉപയോഗിക്കുമ്പോ സർജറി ചെയ്യുന്ന സമയത്ത് അത് മലിനമായിട്ടുണ്ടെങ്കിൽ അവിടെ വെച്ച് തന്നെ സോഡിയം ഹൈപ്പോക്ലോറൈറ്റ് സൊല്യൂഷൻ ഉപയോഗിച്ച് ക്ലീൻ ആക്കിയതിനു ശേഷം മാത്രമേ റിസീവിംഗ് ഏരിയയിലോട്ട് അത് കൊണ്ടുപോകാൻ പാടുള്ളൂ. The accepting area of CSSD should have entry to outside through the window with a counter. അല്ലെ, നമ്മള് പറഞ്ഞു റിസീവിംഗ് ഏരിയയിൽ ഐറ്റംസ് കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക തരത്തിലുള്ള വിൻഡോ ഉണ്ടാവും. അവിടെ ആ കൗണ്ടറിലൂടെ മാത്രമായിരിക്കണം നമ്മള് ഉള്ളിലേക്ക് ഐറ്റംസ് കൊടുക്കാനായിട്ട് പാടുള്ളൂ. അപ്പൊ ഇനി അവരെന്ത് ചെയ്യും? ഐറ്റംസ് ഷുഡ് ബി കൗണ്ടഡ് ആൻഡ് റിസീവ്ഡ്. നമ്മൾ കൊടുക്കുന്ന ഐറ്റംസ് കൗണ്ട് ചെയ്യും അല്ലെ, എണ്ണി അത് റിസീവ് ചെയ്തെടുക്കുന്നു. Subsequently, the instruments are examined and unsharpened instruments are sorted out or disposed of. അപ്പൊ എന്താണ്, ചില ഐറ്റംസ് നമ്മൾ കൊടുക്കുമ്പോൾ ഓപ്പറേഷൻ തിയേറ്ററിലൊക്കെ ചില ഐറ്റംസ് കൊടുക്കുമ്പോൾ കത്രികയൊക്കെ ചിലപ്പോ മുറിച്ചുണ്ടാവില്ല, ചിലപ്പോ എന്താണ് അതിന്റെ അറ്റമൊക്കെ ഒന്ന് വളർന്നിരിക്കാം, ചിലപ്പോ ഒടിഞ്ഞു പോയിട്ടുണ്ടാവാം. പിന്നെ അത് യൂസ് ചെയ്യാൻ പറ്റുമോ നമുക്ക്? അങ്ങനെ അൺഷാർപ്പൻഡ് ആയിട്ടുള്ളതോ അല്ലെങ്കിൽ അറ്റം വളർന്നിരിക്കുന്നതോ ഒടിഞ്ഞു പോയതോ ആയിട്ടുള്ള ഐറ്റംസ് ഒക്കെ നമുക്ക് പിന്നീട് യൂസ് ചെയ്യാൻ പറ്റില്ല അല്ലെ. അപ്പൊ അതൊക്കെ ഒന്ന് നോക്കിയിട്ട് നിരീക്ഷിച്ചിട്ട് ഏതൊക്കെ ഐറ്റംസ് ആണ് അങ്ങനെയുള്ളത് എന്ന് നോക്കിയിട്ട് അതെന്ത് ചെയ്യുന്നു? സോർട്ട് ഔട്ട് ചെയ്ത് ഡിസ്പോസൽ ചെയ്ത് കളയുന്നു. ഓക്കെ, നിർമ്മാർജ്ജനം ചെയ്ത് കളയുന്നു. ഇനി എന്താണ്? നെസസറി എൻട്രീസ് ഓഫ് ദ അക്സെപ്റ്റഡ് ഐറ്റംസ് ആർ മെയ്ഡ് ഇൻ റെക്കോർഡ്. ഇനി അൺഷാർപ്പൻഡ് ആയിട്ടുള്ളത് നമ്മൾ ഡിസ്പോസൽ ചെയ്ത് കളഞ്ഞു, അതിനുശേഷം ബാക്കിയുള്ള നല്ല ഐറ്റംസ് ഉണ്ടാവും അല്ലെ, അതെന്ത് ചെയ്യുന്നുണ്ട്? ഏതൊക്കെ ഐറ്റംസ് ആണ് എന്നുള്ളത് റെക്കോർഡ് ചെയ്ത് വെക്കുന്നു. After the items are transferred to cleaning area. ഇനി എന്ത് ചെയ്യുന്നത്? ഈ ഐറ്റംസ് ക്ലീനിങ് ഏരിയയിലോട്ട് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുന്നു. ഓക്കെ ആണോ? റിസീവിംഗ് ഏരിയ എന്ന് പറഞ്ഞത് നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് റിസീവിംഗ് ഏരിയയിലോട്ട് ഐറ്റംസ് കൊണ്ടുവരുന്നത്?
കൊണ്ടുവരുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ക്ലീൻ ചെയ്യാനായിട്ടും സ്റ്റെറിലൈസ് ചെയ്യാനായിട്ടും. അതുപോലെ തന്നെ അവിടെ വെച്ച് തന്നെ ഐറ്റംസ് ഓപ്പറേഷൻ തിയേറ്ററില് കുറെ ഐറ്റംസ് ഓപ്പറേഷന് വേണ്ടിയിട്ട്, രോഗിയുടെ ഓപ്പറേഷന് വേണ്ടിയിട്ട് നമ്മൾ ഇൻസ്ട്രുമെന്റ്സ് അല്ലെങ്കിൽ ഐറ്റംസുകൾ യൂസ് ചെയ്യും. ആ ഐറ്റംസ് അവിടെ വെച്ച് തന്നെ സോഡിയം ഹൈപ്പോക്ലോറിക് സൊല്യൂഷൻ ഉപയോഗിച്ചുകൊണ്ട് ക്ലീൻ ആക്കിയിട്ട് മാത്രമായിരിക്കണം നമ്മൾ റിസീവിംഗ് ഏരിയയിലോട്ട് ഐറ്റംസ് കൊടുക്കാൻ പാടുള്ളൂ. ഇനി അവിടെ വെച്ച് എന്ത് ചെയ്യുന്നുണ്ട്? ഒരു പ്രത്യേക വിൻഡോ ഉണ്ട്. ആ കൗണ്ടറിലൂടെ ആയിരിക്കണം നമ്മൾ ഐറ്റംസ് കൊടുക്കേണ്ടത്. അവരെന്ത് ചെയ്യും? ആ കൗണ്ടറിലൂടെ റിസീവ് ചെയ്ത് കൗണ്ട് ചെയ്യും, എണ്ണം. എന്നതിന് ശേഷം അൺഷാർപ്പൻഡ് ആയിട്ടുള്ള കാര്യങ്ങള് ഡിസ്പോസൽ ചെയ്ത് കളയാൻ ബാക്കിയുള്ള ഐറ്റംസ് അവിടെ റെക്കോർഡ് ചെയ്യുന്നു. അതിനുശേഷം ഐറ്റംസ് ക്ലീനിങ് ഏരിയയിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നു. ഓക്കെ ആണോ? ഇനി നെക്സ്റ്റ് ആണ് ക്ലീനിങ് ഏരിയ. Here the instruments are cleaned either manually or by using machines. ഇനി ചില ഐറ്റംസ് നമുക്ക് എന്താണ് മാനുവലി നമുക്ക് ക്ലീൻ ചെയ്യാം. അതുപോലെ തന്നെ ചില ഐറ്റംസ് എന്താണ് മെഷീൻ വെച്ചിട്ടും ക്ലീൻ ചെയ്യാൻ പറ്റും. രണ്ട് തരത്തിലാണ് ഐറ്റംസ് ക്ലീൻ ചെയ്യാൻ പറ്റുന്നത്. മാനുവലി, അതുപോലെ തന്നെ എന്താണ് മെഷീൻ വെച്ചിട്ടും നമുക്ക് ക്ലീൻ ചെയ്യാം. ഫോർ മാനുവൽ വാഷിംഗ് വിത്ത് water supply, detergents and brush off, many sizes and sharps are needed in the area. ഇനി എന്താണ് മാനുവലി വാഷ് ചെയ്യണമെങ്കിൽ, മാനുവലി നമുക്ക് കൈകൊണ്ട് നമുക്ക് ഐറ്റംസ് വാഷ് ചെയ്യണമെങ്കിൽ എന്തൊക്കെയാണ് നമുക്ക് ആവശ്യമായിട്ട് വരുന്നത്? വാട്ടർ സപ്ലൈ വേണം, അതുപോലെ ഡിറ്റർജന്റ് വേണം. ഞാൻ പറഞ്ഞിട്ടില്ലേ പലതരത്തിലുള്ള ബ്രഷുകൾ അല്ലെ, വലുതും ചെറുതുമായിട്ടുള്ള പലതരത്തിലുള്ള ബ്രഷുകൾ, പല ഷേപ്പില് പല സൈസിലുമുള്ള ബ്രഷുകൾ ആവശ്യമാണ്. ഇതിനു വേണ്ടിയിട്ട് കൈ കൊണ്ട് നമ്മള് മാനുവലി ഐറ്റംസ് വാഷ് ചെയ്യുകയാണെങ്കിൽ ഏതൊക്കെ ഐറ്റംസ് വേണം നമുക്ക് അവിടെ? വാട്ടർ സപ്ലൈ വേണം, ഡിറ്റർജന്റ് വേണം, അതുപോലെ തന്നെ ബ്രഷുകൾ ആവശ്യമാണ്. ഇനി എന്താണ് ഇനി പറയാൻ പോകുന്ന നെക്സ്റ്റ് സെന്റൻസ് ഒന്ന് മാർക്ക് ചെയ്ത് വെക്കുക കേട്ടോ, ഇമ്പോർട്ടന്റ് ആണ്. അൾട്രാസോണിക് വാഷർ ഈസ് എ മെഷീൻ which is used for cleaning surgical tools. അപ്പൊ എന്താണ് സർജിക്കൽ ടൂൾസ് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന മിഷ്യനാണ് അൾട്രാസോണിക് വാഷർ. ഓക്കെ, മിഷ്യൻ വെച്ച് നമുക്ക് കഴുകാന്ന് പറഞ്ഞല്ലേ ഐറ്റംസുകള്. അപ്പോ ഏത് മിഷ്യനാണ് അവിടെ യൂസ് ചെയ്യുന്നത്? അൾട്രാസോണിക് വാഷർ. സർജിക്കൽ ടൂൾസ് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന മിഷ്യനെ പറയുന്ന പേരാണ് അൾട്രാസോണിക് വാഷർ. ഓക്കെ, മാർക്ക് ചെയ്ത് വെക്കാം കേട്ടോ. It turns high frequency sound waves to mechanical vibration that make small bubbles that burst on the internal surfaces of tools and remove the waste particles. ഇനി ഈ മിഷൻ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? ഈ മിഷൻ പ്രവർത്തിക്കുന്നത് ഹൈ ഫ്രീക്വൻസി സൗണ്ട് വേവുകൾ പുറപ്പെടുവിക്കുന്നു. ആദ്യം ഹൈ ഫ്രീക്വൻസി ആയിട്ടുള്ള സൗണ്ട് വേവ് പുറപ്പെടുവിച്ച് അതിൽ നിന്നും മെക്കാനിക്കൽ വൈബ്രേഷൻ ഉണ്ടാകുന്നു. വൈബ്രേഷൻ ഉണ്ടാകുമ്പോൾ എന്ത് സംഭവിക്കും? ചെറുതായിട്ടുള്ള ഇങ്ങനെ വൈബ്രേറ്റ് ആവുമ്പോൾ എന്താണ്? അതിൽ നിന്നും സ്മോൾ ബബിൾസ് വരും. സ്മോൾ ബബിൾസ് വരുമ്പോ ഈ എന്താണ് ഐറ്റംസ്, നമ്മളെ മലിനമായിട്ടുള്ള ഐറ്റംസ് അതിലോട്ട് ഇടുമ്പോ ഈ സ്മോൾ ബബിൾസ് അതിന്റെ മുക്കിലും മൂലയിലും പോയിട്ട് തട്ടി വേസ്റ്റ് പാർട്ടിക്കിൾസ്, വേസ്റ്റ് ഉള്ള ഐറ്റംസ് ഒക്കെ പുറത്തു പോകുന്നു. ഇങ്ങനെയാണ് അൾട്രാസോണിക് വാഷ് ഉപയോഗിച്ചുകൊണ്ട് എന്ത് ചെയ്യുന്നത്? ഐറ്റംസ് ക്ലീൻ ചെയ്യുന്നത്. ക്ലിയർ ആയോ? ഹൈ ഫ്രീക്വൻസി സൗണ്ട് വേവുകൾ പുറപ്പെടുവിച്ച് അപ്പോ മിഷൻ വൈബ്രേറ്റ് ആകുന്നു, മെക്കാനിക്കൽ വൈബ്രേഷൻ ഉണ്ടാകുന്നു. അതിനുശേഷം അതിൽ നിന്നും വൈബ്രേറ്റ് ആകുമ്പോൾ സ്മോൾ ബബിൾസ് വരുന്നു. ആ സ്മോൾ ബബിൾസ് ഈ മലിനമായിട്ടുള്ള ഐറ്റത്തിന്റെ ഉള്ളില് മൂലയിലൊക്കെ പോയിട്ട് തട്ടുമ്പോ വേസ്റ്റുകള് പുറത്തേക്ക് പോകുന്നു, റിമൂവ് ചെയ്യുന്നു. അങ്ങനെയാണ് അൾട്രാസോണിക് വാഷർ ഉപയോഗിച്ചുകൊണ്ട് സർജിക്കൽ ടൂൾസ് ക്ലീൻ ചെയ്യുന്നത്. ഓക്കെ ആണോ? ആഫ്റ്റർ ദി ടൂൾസ് ആർ വാഷ്ഡ് ആൻഡ് ഇനി ടൂൾസ് വാഷ് ചെയ്യുന്നു. അതിനുശേഷം ഇങ്ങനെ അൾട്രാസോണിക് വാഷർ ഉപയോഗിച്ച് ഐറ്റംസ് വാഷ് ചെയ്ത് അത് ഡ്രൈ അല്ലെ ഉണക്കി ഓവൻ ഡ്രയറിലിട്ട് ഉണക്കി അതിനുശേഷം
ട്രാൻസ്ഫർ ടു പാക്കിംഗ് ഏരിയ. പാക്കിംഗ് ഏരിയയിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നു. ഓക്കെ, ആ രണ്ട് കാര്യങ്ങളും ജസ്റ്റ് വേഗം ഒന്ന് വായിച്ചു നോക്കിയേ. ക്ലീനിങ് ഏരിയ ആൻഡ് റിസീവിംഗ് ഏരിയ കേട്ടോ. പഠിച്ചു കഴിഞ്ഞാലും തമ്പിടാട്ടോ. നെറ്റ് പോയതുകൊണ്ടാണ് മിസ് ഇത്ര സ്പീഡിൽ എടുക്കുന്നത് കേട്ടോ. സ്പീഡ് കൂടുന്നുണ്ടോ മിസ്സിന്? പറഞ്ഞത് ക്ലിയർ ആവുന്നുണ്ടോ നിങ്ങൾക്ക്? ഓക്കെയാണ്. ഓക്കെ, മിസ് ഒരു 10 മിനിറ്റ് മുമ്പ് ക്ലാസ് നിർത്തും കേട്ടോ. മിസ് ജസ്റ്റ് ഒന്ന് വെറുതെ കയറുന്നുണ്ട്. അപ്പൊ അതറിയാൻ കുറച്ച് കാര്യങ്ങളൊക്കെ പറയാനായിരുന്നു നിങ്ങളോട്. ഓക്കെ, അതുകൊണ്ടാണ് പോർഷൻ കംപ്ലീറ്റ് ആക്കാൻ വേണ്ടിയിട്ടാണ് സ്പീഡിൽ എടുക്കുന്നത് കേട്ടോ. ഇനി നെക്സ്റ്റ് ആണ് പാക്കിംഗ് ഏരിയ. പാക്കിംഗ് ഏരിയ കേട്ടോ. ക്ലീൻഡ് ആൻഡ് ഡ്രൈഡ് ഇൻസ്ട്രുമെന്റ്സ് ആർ packed before sterilization so that they are not tainted while handling after they are sterilized. എന്താണ് ഈ സ്റ്റെറിലൈസേഷന് മുൻപ് നമ്മൾ ഐറ്റംസ് പാക്ക് ചെയ്യേണ്ടതുണ്ട്. ഓക്കെ, സ്റ്റെറിലൈസേഷന് മുൻപ് ഐറ്റംസ് പാക്ക് ചെയ്യണം. എന്തിനു വേണ്ടിയിട്ടാണ് അങ്ങനെ പറയുന്നത്? ഐറ്റംസ് സ്റ്റെറിലൈസേഷന് മുൻപ് നമ്മൾ പാക്ക് ചെയ്യണം എന്ന് പറയുന്നത്. ഇനി എന്തെങ്കിലും ഐഡിയ ഉണ്ടോ എന്താ അങ്ങനെ പറയുന്നതിന് കാരണം? സ്റ്റെറിലൈസേഷന് മുൻപ് നമ്മൾ ഐറ്റംസ് പാക്ക് ചെയ്യണം. എന്തായിരിക്കാം? വെരി ഗുഡ്. എന്താണ്? മലിനമാകാതിരിക്കാനല്ലേ. ഇപ്പൊ നമ്മള് സ്റ്റെറിലൈസേഷൻ ചെയ്ത് നമ്മൾ ആ കൈ കൊണ്ട് ഐറ്റംസ് എടുത്ത് പാക്ക് ചെയ്ത് വെച്ചിട്ട് നമ്മള് അതാത് ഡിപ്പാർട്ട്മെന്റിലേക്ക് കൊടുക്കുമ്പോ എന്താണ്? നമ്മുടെ കൈകളിൽ ഉണ്ടാകുന്ന അണുക്കള് ആ ഇൻസ്ട്രുമെന്റ്സിൽ അല്ലെങ്കിൽ ഐറ്റത്തിൽ തട്ടി അല്ലെ ഐറ്റത്തിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പൊ എന്താണ്? ഓപ്പറേഷൻ തിയേറ്ററിലൊക്കെ ഉപയോഗിക്കുമ്പോ എന്താണ്? ഇൻഫെക്ഷൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അല്ലെ. അതുകൊണ്ടാണ് പറയുന്നത് സ്റ്റെറിലൈസേഷന് മുൻപ് ഐറ്റംസ് നമ്മൾ പാക്ക് ചെയ്യണം. ഐറ്റംസ് പാക്ക് ചെയ്തിട്ടാണ് ഓരോ ഐറ്റംസും അണുവിമുക്തമാക്കുന്നത്. ക്ലിയർ ആയോ? എന്താണ് അങ്ങനെ പറയാനായിട്ടുള്ള കാരണം എന്നുള്ളത് കേട്ടോ. ഇനി എന്താണ്? മോസ്റ്റ് ഓഫ് ദി ഐറ്റം ആർ പാക്ഡ് ഇൻ ട്രേ which are covered with a double layer of cotton cloth. Paper envelopes are also available. ഓക്കെ, രണ്ട് തരത്തില് നമ്മള് സ്റ്റെറിലൈസേഷൻ ചെയ്യാന്ന് പറഞ്ഞല്ലേ, അണുവിമുക്തമാക്കുന്നുണ്ടെന്ന് പറഞ്ഞു. ഇന്നലെ നമ്മൾ പറഞ്ഞില്ലേ ക്ലാസ് എടുത്തപ്പോ? ഓർമ്മയുണ്ടോ? ഏത് തരത്തിലൊക്കെയാണ് നമ്മള് ഐറ്റംസുകൾ സ്റ്റെറിലൈസേഷൻ ചെയ്യുന്നത്? ഇന്നലെ പറഞ്ഞ കാര്യമാണ്. ഓർക്കുന്നുണ്ടോ ആരെങ്കിലും? രണ്ട് തരത്തില് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. രണ്ട് തരത്തില് ഐറ്റംസ് സ്റ്റെറിലൈസേഷൻ ചെയ്യാം. വെരി ഗുഡ്. ഒരെണ്ണം ഗ്യാസ് ഉപയോഗിച്ചിട്ട്, കെമിക്കൽ ഗ്യാസും. ഓക്കെ, സ്റ്റീം സ്റ്റെറിലൈസേഷൻ, ആവിയിലല്ലേ. ഓക്കെ, അപ്പൊ രണ്ട് തരത്തില് നമ്മൾ ഐറ്റംസ് സ്റ്റെറിലൈസേഷൻ ചെയ്യുന്നുണ്ട്. ഒന്നാമത്തേത് എന്താണ്? സ്റ്റീം സ്റ്റെറിലൈസേഷൻ. ഇനി സ്റ്റീം സ്റ്റെറിലൈസേഷൻ ഉപയോഗിക്കുന്ന മെഷീൻ ഏതാണ്? അതും കൂടിയും പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ഓർക്കുന്നുണ്ടോ? വെരി ഗുഡ്, ഓട്ടോക്ലേവ് കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മള് ഇവിടെ രണ്ട് തരത്തിലുള്ള കാര്യമാണ് പറയുന്നത്. എന്താണ്? സ്റ്റെറിലൈസേഷൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സ്റ്റീം സ്റ്റെറിലൈസേഷൻ ഉപയോഗിക്കുന്നുണ്ട്, അതുപോലെ തന്നെ കെമിക്കൽ ഗ്യാസ് സ്റ്റെറിലൈസേഷൻ ഉപയോഗിക്കുന്നുണ്ട്. ഇവിടെ പറയുന്നത് സ്റ്റീം സ്റ്റെറിലൈസേഷൻ ആണെങ്കിൽ ഐറ്റംസ് എങ്ങനെയാണ് പാക്ക് ചെയ്യുന്നത്? കോട്ടൺ ക്ലോത്തും അതുപോലെ തന്നെ പേപ്പർ എൻവലപ്സും ഉപയോഗിച്ചുകൊണ്ട് ഡബിൾ ലെയറിൽ കവർ ചെയ്യുന്നു. ഓക്കെ,
മനസ്സിലായോ? കോട്ടൺ ക്ലോത്തും പേപ്പർ എൻവലപ്സും ഉപയോഗിച്ചുകൊണ്ട് ഡബിൾ ലെയറിൽ ഐറ്റംസ് കവർ ചെയ്യുന്നു. ഇതിന് സ്റ്റീം സ്റ്റെറിലൈസേഷൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഐറ്റംസ് സ്റ്റീം സ്റ്റെറിലൈസേഷൻ ആണ് ചെയ്യുന്നതെങ്കിൽ പേപ്പർ എൻവലപ്പും കോട്ടൺ ക്ലോത്തും ഉപയോഗിച്ച് ഡബിൾ ലെയറിൽ കവർ ചെയ്ത് കൊടുക്കുന്നു. ഓക്കെ, ഇനി നെക്സ്റ്റ് ആണ് ഇറ്റിയോ സ്റ്റെറിലൈസേഷൻ. നമ്മൾ പറഞ്ഞു കെമിക്കൽ ഗ്യാസ് സ്റ്റെറിലൈസേഷൻ അല്ലെ, അതാണ് ഇറ്റിയോ സ്റ്റെറിലൈസേഷൻ കേട്ടോ. അടുത്ത പോർഷനിൽ നമുക്ക് പഠിക്കാനുണ്ട്, അപ്പൊ ഒന്നും കൂടി ക്ലിയർ ആവും. ഓക്കെ, അപ്പൊ ഇറ്റിയോ സ്റ്റെറിലൈസേഷൻ. അപ്പൊ ഇറ്റിയോ സ്റ്റെറിലൈസേഷൻ ആണ് ചെയ്യുന്നതെങ്കിൽ പ്ലാസ്റ്റിക് ബാഗുകളിലാണ് ഐറ്റംസ് പാക്ക് ചെയ്യുന്നത്. ഇത്തിരി കോസ്റ്റ്ലി ആണിത്. ഇറ്റിയോ സ്റ്റെറിലൈസേഷൻ എന്ന് പറയുന്നത് ഇത്തിരി കോസ്റ്റ്ലി ആണ്, വില കൂടുതലാണ്, അതുപോലെ തന്നെ മോർ ഇഫക്റ്റീവുമാണ് കേട്ടോ. ഓക്കെ, അപ്പൊ രണ്ട് രീതിയിലാണ് നമ്മൾ ഐറ്റംസ് പാക്ക് ചെയ്യുന്നത്. സ്റ്റീം സ്റ്റെറിലൈസേഷൻ ആണെങ്കിൽ കോട്ടൺ ക്ലോത്തും പേപ്പർ എൻവലപ്പും ഉപയോഗിച്ചുകൊണ്ട് ഡബിൾ ലെയറിൽ കവർ ചെയ്യുന്നു. അതുപോലെ തന്നെ ഇറ്റിയോ സ്റ്റെറിലൈസേഷൻ ആണെങ്കിൽ പ്ലാസ്റ്റിക് ബാഗുകളിലാണ് ഐറ്റംസ് കവർ ചെയ്യുന്നത്. ഇത് കോസ്റ്റ്ലി ആണ്, അതുപോലെ തന്നെ മോർ ഇഫക്റ്റീവ് ആണ്. ഇനി ആഫ്റ്റർ പാക്കിംഗ് ആൻഡ് സീലിംഗ്. പാക്ക് ചെയ്യുന്നു, ഇത് സീൽ ചെയ്യുന്നു, അതിനുശേഷം സ്റ്റെറിലൈസേഷന് വേണ്ടിയിട്ട് ഐറ്റംസ് സ്റ്റെറിലൈസേഷൻ ഏരിയയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. ഓക്കെ, പാക്കിംഗ് ഏരിയ ക്ലിയർ ആണോ? ഇനി നെക്സ്റ്റ് ആണ് സ്റ്റെറിലൈസേഷൻ ഏരിയ. നമ്മൾ പഠിച്ചു സ്റ്റെറിലൈസേഷൻ ഐറ്റംസ് സ്റ്റെറിലൈസേഷൻ ചെയ്യുന്നത് രണ്ട് മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ടാണ് അല്ലെ. ഓക്കെ, ഓട്ടോക്ലേവ് ഉണ്ട്, അതുപോലെ തന്നെ സ്റ്റീം സ്റ്റെറിലൈസേഷൻ ഉപയോഗിക്കുന്ന മെഷീൻ ആണ്. അതുപോലെ ETO എത്തലിൻ ഓക്സൈഡ് മെഷീൻ കെമിക്കൽ ഗ്യാസ് സ്റ്റെറിലൈസേഷന് വേണ്ടി ഉപയോഗിക്കുന്നു. ഓക്കെ, രണ്ട് കാര്യങ്ങളാണ്, രണ്ട് തരത്തിലാണ് ഐറ്റംസ് സ്റ്റെറിലൈസേഷൻ ചെയ്യുന്നത്. ഒന്ന് കെമിക്കൽ ഗ്യാസ് ഉപയോഗിച്ചുകൊണ്ട്, അതുപോലെ തന്നെ സ്റ്റീം സ്റ്റെറിലൈസേഷൻ കേട്ടോ. ഫസ്റ്റ് വൺ നോക്കാം, ഓട്ടോക്ലേവ് ഉപയോഗിക്കുന്നത് സ്റ്റീം സ്റ്റെറിലൈസേഷന്. ഓക്കെ, steam under pressure is the most affordable method for sterilization. ഇതെന്താണ്? ഭൂരിഭാഗം ഐറ്റംസും സ്റ്റെറിലൈസേഷൻ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന മെത്തേഡ് ആണ് സ്റ്റീം സ്റ്റെറിലൈസേഷൻ. ഇത് മോർ അഫോർഡബിൾ ആണ്. Autoclave produces steam at the temperature of 121 centigrade under 15 pounds of pressure. In this process, 20 minutes is needed to sterilize. അപ്പൊ എന്താണ്? ഈ ഓട്ടോക്ലേവ് ഉപയോഗിച്ചുകൊണ്ട് സ്റ്റീം സ്റ്റെറിലൈസേഷൻ ചെയ്യാനായിട്ട് എത്ര ടെമ്പറേച്ചർ ആണ് നമ്മൾ കൊടുക്കേണ്ടത്? 121 സെന്റിഗ്രേഡ് ഉപയോഗിച്ചുകൊണ്ട് പ്രഷർ എത്ര കൊടുക്കണം? 15 പൗണ്ട്സ് അല്ലെ. പൗണ്ട്സ് എന്ന് പറഞ്ഞാല് എന്താണ്? പോൺസ് കേട്ടോ. പോൺസ് എന്ന് പറഞ്ഞാല് യൂണിറ്റ് ഓഫ് മെഷറിംഗ് വെയിറ്റ് കേട്ടോ. യൂണിറ്റ് ഓഫ് മെഷറിംഗ് വെയിറ്റ്, ഇതിനെയാണ് പോൺസ് എന്ന് പറയുന്നത് കേട്ടോ. യൂണിറ്റ് ഓഫ് മെഷറിംഗ് വെയിറ്റ്. അപ്പൊ 15 പോൺസ് കൊടുത്തുകൊണ്ടും അതുപോലെ പ്രഷർ ഉപയോഗിച്ചുകൊണ്ടും 121 സെന്റിഗ്രേഡ് ടെമ്പറേച്ചർ കൊടുത്ത് 20 മിനിറ്റ് എന്ത് ചെയ്യുന്നുണ്ട്? അത് സ്റ്റെറിലൈസേഷൻ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നു. 20 മിനിറ്റിലാണ് അതിന്റെ പ്രോസസ് കംപ്ലീറ്റ് ആകുന്നത്. മനസ്സിലായോ? അപ്പൊ എന്താണ്? മോർ അഫോർഡബിൾ. ഭൂരിഭാഗം ഐറ്റംസും സ്റ്റെറിലൈസേഷൻ ചെയ്യാനായിട്ട്, അണുവിമുക്തമാക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു മെത്തേഡ് ആണ് സ്റ്റീം സ്റ്റെറിലൈസേഷൻ. ഓട്ടോക്ലേവ് ഉപയോഗിച്ചുകൊണ്ടാണ് ഈ സ്റ്റീം സ്റ്റെറിലൈസേഷൻ ചെയ്യുന്നത്. അതുപോലെ തന്നെ 121 ടെമ്പറേച്ചർ കൊടുത്തുകൊണ്ട്, അതുപോലെ 15 പ്രഷർ പൗണ്ട്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യൂണിറ്റ് ഓഫ് മെഷറിംഗ് വെയിറ്റ്. ഓക്കെ, അപ്പോ 15 പ്രഷർ ഉപയോഗിച്ചുകൊണ്ട് 20 മിനിറ്റ് ആണ് ഇത് അതിന്റെ പ്രോസസ്സിന് കംപ്ലീറ്റ് ആക്കാൻ എടുക്കുന്ന ടൈം. മനസ്സിലായോ? ഓട്ടോക്ലേവ്. ഓക്കെ, ഇനി നെക്സ്റ്റ് ആണ് എത്തിലിൻ ഓക്സൈഡ് മെഷീൻ, ETO.
എന്താണ് കെമിക്കൽ ഗ്യാസ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ സ്റ്റെറിലൈസേഷൻ ചെയ്യുന്നു. ദിസ് ഇസ് മെത്തേഡ് പ്രൈമർലി യൂസ്ഡ് ഫോർ ഹീറ്റ് responsive or moisture responsive materials like cardiac catheter, plastic items and endoscopy. അപ്പൊ എന്താണ് കെമിക്കൽ ഗ്യാസ് ഉപയോഗിച്ചുകൊണ്ട് ഏതൊക്കെ ഐറ്റംസിനാണ് സ്റ്റെറിലൈസേഷൻ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത്? കാർഡിയാക് കത്തീറ്റർ, പ്ലാസ്റ്റിക് ഐറ്റംസ്, അതുപോലെ എൻഡോസ്കോപ്പി, അതിനൊക്കെ ഉപയോഗിക്കുന്ന ഐറ്റംസ് ഉണ്ടാവില്ലേ? അതൊക്കെയാണ് കെമിക്കൽ ഗ്യാസ് ഉപയോഗിച്ചുകൊണ്ട് സ്റ്റെറിലൈസേഷൻ ചെയ്യുന്നത്. അപ്പൊ എന്തുകൊണ്ടാവാം ഇത് സ്റ്റീം സ്റ്റെറിലൈസേഷൻ ചെയ്യാത്തത്? എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? കാർഡിയാക് കത്തീറ്റർ എന്ന് പറഞ്ഞാൽ ഒരു സ്മോൾ ടൈനി ട്യൂബ് ആണ്. ഓക്കെ, നമുക്ക് എന്താണ് ഹാർട്ടിന്റെ എത്ര ബ്ലോക്ക് ഉണ്ട് എന്നൊക്കെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ കാർഡിയാക് കത്തീറ്റർ ഉപയോഗിക്കുന്നുണ്ട്. എൻഡോസ്കോപ്പി, പ്ലാസ്റ്റിക് ഐറ്റംസ്, എന്തുകൊണ്ടായിരിക്കാം? സ്റ്റീം സ്റ്റെറിലൈസേഷൻ ചെയ്താൽ എന്താണ് പ്ലാസ്റ്റിക് ഐറ്റംസ് എന്തായി പോകും? ഉരുകി പോവാൻ സാധ്യതയുണ്ട് അല്ലേ? അതുകൊണ്ടാണ് പറയുന്നത് ഈ കെമിക്കൽ ഗ്യാസ് ഉപയോഗിച്ചുകൊണ്ട് ഇവ സ്റ്റെറിലൈസേഷൻ ചെയ്യുന്നത്. ഓക്കെ, ഇറ്റ് ഈസ് കോസ്റ്റ്ലി ആണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആൻഡ് യൂസസ് poisonous gas due to which it is necessary to make sure that these items are to be free of gas molecules before using them on a patient. ഇനി എന്താണ് നമ്മൾ ഈ പോയിസണസ് ഗ്യാസ് ഉപയോഗിച്ചുകൊണ്ടാണ് ഈ ഐറ്റംസ്, പ്ലാസ്റ്റിക് ഐറ്റംസ് നമ്മൾ സ്റ്റെറിലൈസേഷൻ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ പേഷ്യൻസിന് അത് വീണ്ടും ഉപയോഗിക്കുമ്പോൾ ഗ്യാസ് മോളിക്യുലേഴ്സിന്റെ അംശങ്ങൾ ഉണ്ടോ അല്ലെങ്കിൽ അത് മൊത്തമായിട്ട് അത് പോയിട്ടുണ്ടോ എന്നുള്ളത് നോക്കിയിട്ട് വേണം ആളുകളിലേക്ക് അത് വീണ്ടും ഉപയോഗിക്കാനായിട്ട്. ഓക്കെ, ഇനി എന്താണ്? The entire cycle may take up to 8 to 12 hours. ഇനി എന്താ പറയുന്നത്? 8 to 12 hours ആണ് ഇത് സ്റ്റെറിലൈസേഷൻ ചെയ്യാൻ എടുക്കുന്ന ടൈം. അപ്പൊ എന്താണ്? ഓട്ടോക്ലേവ് ആണെങ്കിൽ 20 മിനിറ്റ്സ് മതി അല്ലെ? ഈ കെമിക്കൽ ഗ്യാസ് സ്റ്റെറിലൈസേഷൻ എത്ര മണിക്കൂർ വേണം? 12 hours അല്ലെ? 8 to 12 hours വേണം. ഓക്കെ, 3 മിനിറ്റ്സ് എടുക്കുന്നുള്ളൂ കേട്ടോ. മിസ് വരും, അതുകൊണ്ടാണ് കേട്ടോ. ഓക്കെ ആണോ? ഇത്രയും വരെ വായിച്ച് മനസ്സിലാക്കിയിട്ട് വരാം കേട്ടോ. ഓട്ടോക്ലേവ് ഉണ്ട്, അതുപോലെ തന്നെ കെമിക്കൽ ഗ്യാസ് സ്റ്റെറിലൈസേഷൻ. ഓക്കെ, Hello, good morning. Morning. ഗുഡ് മോർണിംഗ് മാം. യെസ്, ശരിയായി. ഗുഡ് മോർണിംഗ്. ഒരു ഗുഡ് മോർണിംഗ് എങ്കിലും തിരിച്ചു കേൾക്കണ്ടേ? കാര്യം ശരിയാണ്, നിങ്ങൾ അവിടെ ടൈപ്പ് ചെയ്തു ഗുഡ് മോർണിംഗ് ഒരുപാട് പേര്. പക്ഷെ ഒരു സൗണ്ട് കേൾക്കാൻ ഞാൻ ആഗ്രഹിച്ചു. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ നോക്കിയിരുന്ന ആരെങ്കിലും ഗുഡ് മോർണിംഗ് തിരിച്ചു പറയോ. മൈക്രോഫോൺ ഞാൻ ഓണാക്കി ഇപ്പോഴാണല്ലേ? ശരി ശരി. ഓക്കെ, വെരി വെരി ഗുഡ് മോർണിംഗ്. ആൻഡ് ഹൗ ആർ യു ഓൾ? ഗുഡ്. ഫൈൻ. Fine, ma'am. Fine.
ഓക്കെ, അതാണ് കേൾക്കേണ്ടത്. സുഖമായിട്ടിരിക്കുന്നു. എല്ലാവരും ഹാപ്പി ആണോ? എല്ലാ രീതിയിലും ഹാപ്പി അല്ലേ? നമ്മളുടെ ക്ലാസ്സുകളെ അതാണ് നമുക്ക് അറിയേണ്ടത്. ഞാൻ നിങ്ങൾക്ക് അന്ന് എന്നെ കണ്ടിട്ട് വല്ല പരിചയം തോന്നണ്ട എവിടെയെങ്കിലും? ഇൻട്രൊഡക്ഷൻ ക്ലാസ്സിൽ ശരി, മറന്നുപോയോ? അന്ന് കണ്ടിട്ട് പിന്നെ നമ്മൾ തമ്മിൽ കണ്ടിട്ടില്ല, കുറച്ച് ബിസിയൊക്കെ ആയിരുന്നു, വേറെ ക്ലാസ്സസ് ഒക്കെ ഉള്ളത് കൊണ്ട്. അപ്പൊ നിങ്ങളെ കാണണം എന്ന് പറഞ്ഞിട്ട് ഞാൻ മിസ് കയറിയപ്പോഴേ കുറച്ച് ദിവസമായി, പക്ഷെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് അങ്ങനെ കയറാൻ പറ്റിയില്ല. അപ്പൊ ഞാൻ എന്തായാലും ഇന്ന് തിരിച്ചു കയറാമെന്ന് വിചാരിച്ചു. മിൽറോസ് മിസ്സിനോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു 5 or 10 മിനിറ്റ് എനിക്ക് തരണം എന്ന് പറഞ്ഞപ്പോ മിസ് എന്റെ ക്ലാസ് കഴിഞ്ഞിട്ട് മതി, അല്ലെങ്കിൽ എന്ത് പറ്റുമെന്നറിയോ, നിങ്ങൾ സംസാരിച്ചു വരുമ്പോ ഞാൻ ഇങ്ങനെ കുറെ പറഞ്ഞു, അപ്പൊ പിന്നെ ½ hour കഴിയും, അപ്പൊ നമ്മുടെ പോർഷൻസ് കംപ്ലീറ്റ് ആവില്ല. അപ്പൊ ഞാൻ അതിനൊരു ഹിൻഡ്രൻസ് ആവും. അതുകൊണ്ടാണ് ഞാൻ അത് ബ്രേക്ക് ചെയ്യാതെ ലാസ്റ്റ് ഒരു 5 minutes തന്നാൽ മതി, അടുത്ത ടീച്ചറിന്റെ ഒരു 5 minutes കൂടി കൂട്ടി അങ്ങനെ 10 minutes ആക്കിക്കോളാം എന്ന് പറഞ്ഞത് നിങ്ങളുടെ വിശേഷങ്ങൾ അറിയാൻ വേണ്ടി വന്നൊന്നും മാത്രമേ ഉള്ളൂ കേട്ടോ. നിങ്ങൾക്ക് എങ്ങനെയാണ് ക്ലാസ്സസ് ഒക്കെ നിങ്ങൾ വിചാരിച്ചതുപോലെയാണോ? ആൻഡ് അതല്ലെങ്കിൽ does we have to make some improvements in the classes or any other suggestions? നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കേൾക്കാമെന്ന് വിചാരിച്ചത് വന്നതാണ്. എന്തെങ്കിലും ഇംപ്രൂവ്മെന്റുകൾ നമ്മൾ വരുത്തേണ്ടതുണ്ടോ? ടീച്ചേഴ്സ് അവരുടെ ക്ലാസ്സിലൊക്കെ കൃത്യമായിട്ട് നിങ്ങൾക്ക് തരുന്നുണ്ട്, നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട്, ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നൊക്കെ ഒന്ന് കൺഫേം ചെയ്യാൻ വേണ്ടി കയറിയതാണ്. ഐ തിങ്ക് ഓൾമോസ്റ്റ് ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് മൊഡ്യൂളിന്റെ ചാപ്റ്റേഴ്സ് ഒക്കെ ഏകദേശം തീരാറായോ? ഇല്ല അല്ലേ? ഇല്ല, ഫസ്റ്റ് മൊഡ്യൂൾ കഴിഞ്ഞല്ലോ. ഓക്കെ, അപ്പൊ എങ്ങനെയുണ്ട് ക്ലാസ്സസ് ഒക്കെ? ടീച്ചേഴ്സ് ഒക്കെ നല്ല ക്ലാസ് നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ? ആൻഡ് എനി അതർ സജഷൻസ്? എന്തെങ്കിലും സജഷൻസ് ഉണ്ടോ നിങ്ങളുടെ ഭാഗത്ത് നിന്ന്? നമുക്ക് എന്തെങ്കിലും, നമുക്കറിയാം നോ മെൻ ആർ പെർഫെക്റ്റ് ഇൻ ഓൾവേസ്. എല്ലാ രീതിയിലും നമുക്ക് ഒരു രീതിയിലും എല്ലാ കാര്യങ്ങളും പെർഫെക്റ്റ് ആകാനായിട്ട് ചിലപ്പോ പറ്റിയെന്ന് വരില്ല. പക്ഷേ നമുക്ക് അപ്പൊ നമുക്ക് പെർഫെക്ഷൻ വേണമെന്ന് തോന്നുന്ന ചില ഇടങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാം. അപ്പൊ നമുക്ക് ഇങ്ങനെ ആയാൽ ചിലപ്പോ ഇങ്ങനെ അങ്ങനെയൊക്കെ വേണമെങ്കിൽ ഒരു സജഷൻ ഉണ്ടെങ്കിൽ നമുക്ക് പറയാം. അതല്ലെങ്കിൽ ഇറ്റ്സ് ഓക്കെ, എല്ലാവരും എന്താ പറയാ കറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ക്ലാസ്സസ് ഒക്കെ ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നാണ് ഒരു മെജോറിറ്റി സ്റ്റുഡൻസിന്റെ ഒരു റിപ്ലൈ നിങ്ങൾക്ക് അവിടെ പറഞ്ഞപ്പോ എനിക്ക് മനസ്സിലായത്. അതല്ല, ഏതെങ്കിലും രീതിയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ പറയാനുണ്ടെങ്കിലും ഒന്ന് കേൾക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ കയറിയത്. അന്ന് ഇപ്പോഴും കണ്ടുപോയിട്ട് പിന്നെ നമുക്കൊന്ന് കാണാനൊന്നും പറ്റിയില്ല. ഇതുപോലെ ഇടയ്ക്കാണ് ഞാൻ വേറെ ക്ലാസ്സിലൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് കയറുക. എനിക്ക് ക്ലാസ് ഇല്ലാത്ത സ്ഥലങ്ങളിൽ ഇടയ്ക്കാണ് ഞാൻ കയറുക. അതല്ല എങ്കിൽ കുട്ടികൾ തന്നെ പറയും, അത് ഇങ്ങനെ മിസ്സിനൊന്ന് കാണണം, എന്തെങ്കിലും കാര്യം പറയാനുണ്ടെന്ന്. അപ്പൊ കുട്ടികൾ പറയുമ്പോഴായിരിക്കും ചിലപ്പോ നമ്മൾ അങ്ങോട്ട് കയറാം. ഇപ്പൊ നിങ്ങൾ ഇത്രയും ദിവസമായിട്ട് എന്നെ അന്വേഷിച്ചിരുന്നോ? അന്വേഷിച്ചില്ലെന്ന് പറയുന്നില്ല, അന്വേഷിച്ചിരുന്നോ? ഇല്ല, ഞങ്ങൾക്കറിയാലോ മിസ് ഇങ്ങനെ അന്വേഷിക്കാൻ വരുന്ന. ഞങ്ങള് കാഴ്ചപ്പാടിൽ 3 മിസ് ഒരു മാഷല്ലേ ഉള്ളൂ. ആണോ? പക്ഷെ ഞാൻ നിങ്ങളുടെ ഇൻട്രോ ക്ലാസ്സിൽ അങ്ങനെ ഒരു കാര്യം ഇടയ്ക്ക് വരാന്ന് പറഞ്ഞിരുന്നു. അന്ന് പറഞ്ഞിരുന്നു മിസ്, അങ്ങനെ ഇടയ്ക്ക് വരാമെന്ന് പറഞ്ഞതാണ് ഞാൻ ഇപ്പൊ പാലിച്ച കാര്യം. പക്ഷേ നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനോ അറിയാനോ ഒക്കെ ഉണ്ടെങ്കിൽ എന്നെ ഒന്ന് ക്ഷണിച്ചാൽ ഞാൻ വന്നേനെ. പക്ഷെ നിങ്ങൾ ക്ഷണിക്കാത്തതുകൊണ്ട് ഞാൻ പിടിച്ചു കയറിയതാന്ന് മാത്രം. മനസ്സിലായോ? നിങ്ങൾ എന്നെ അന്വേഷിച്ചില്ല, അല്ലെങ്കിൽ വേണമെന്ന് പറഞ്ഞില്ല. ആരൊക്കെയോ എന്താ പറയാ നമ്മുടെ PROസിനോട് പറഞ്ഞു എന്ന് ഞാൻ അറിഞ്ഞു. അവര് ഇൻട്രോ ക്ലാസ് കഴിഞ്ഞപ്പോ അതിനെ കുറിച്ചിട്ടുള്ള ഫീഡ്ബാക്കും മറ്റും അറിയിച്ചിരുന്നു എന്ന് അവരെന്നോട് പറഞ്ഞിരുന്നു. PRO നമ്മുടെ നിങ്ങളെ കോൾ ചെയ്യുന്നവരില്ലേ കുട്ടികള്, അവര് പറഞ്ഞിരുന്നു. റൈറ്റ്? ശരിയാണോ? നിങ്ങളാണോ അല്ലെങ്കിൽ വേറെ ആൾക്കാരാണോ? അത് ഞങ്ങളല്ല. നിങ്ങൾ ആരുമല്ല. ഞാൻ പറഞ്ഞായിരുന്നു നല്ല ക്ലാസ്സാണ്, ഇത് കേട്ടിട്ട് നല്ലതാണെന്ന് പറഞ്ഞു. ആരാത്? ഞാനാരാ? മിമ്മി ജോസ് ആണോ? പിന്നെ ആരാ പറഞ്ഞേ? ആഷി ആണോ? അതിര? ഞാൻ പറഞ്ഞില്ല. വേറെ ആരോ ഇവിടെ പറയുന്ന പോലെ തോന്നിയതുകൊണ്ടാ.
അപ്പൊ അന്വേഷിച്ചിരുന്ന് കുറച്ച് പിള്ളേർ അവിടെ അവരെ ഇൻഫോം ചെയ്തിട്ട് അവർ പറഞ്ഞിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു ആ സമയത്തൊക്കെ ഭയങ്കര തിരക്കായിരുന്നതുകൊണ്ട് കയറാൻ പറ്റിയില്ല. കുറെ ക്ലാസ്സസ് ഒക്കെ നമുക്ക് ടൈംടേബിളും മറ്റൊക്കെ ഉണ്ടാക്കാനുള്ളതുകൊണ്ട്. അപ്പൊ ഞാൻ വിചാരിച്ചു എന്തായാലും ഒരു ദിവസം അന്ന് കയറിയിട്ട് പിന്നെ കണ്ടിട്ടില്ലല്ലോ, നിങ്ങൾ ആവശ്യപ്പെട്ടില്ലെങ്കിലും അവിടെ പോയിട്ടൊന്ന് അവരെ ഒന്ന് കാണണം, എന്താണ് അവർക്ക് പറയാനുള്ളതെന്ന് കേൾക്കണം എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഓടി വന്നത്. ഇപ്പൊ ഒരു 5 മിനിറ്റ് ഒന്ന് അവരോട് ഒന്ന് കടം ചോദിച്ചു വന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് പറഞ്ഞതിലും ടീച്ചേഴ്സിന്റെ ഒക്കെ ക്ലാസ്സുകളൊക്കെ സുഖമാണെന്ന് പറഞ്ഞതിലും പിന്നെ എന്നെ കുറച്ചു പേരൊക്കെ അന്വേഷിച്ചിരുന്നു എന്ന് പറഞ്ഞതിലൊക്കെ വളരെയധികം സന്തോഷമുണ്ട്. അതുപോലെ തന്നെ മുന്നോട്ട് പോട്ടെ. തുടക്കം ഉണ്ടായിരുന്ന ആ സ്പിരിറ്റും ആ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങളുടെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്നത് വരെ നിങ്ങൾക്ക് ഉണ്ടാവണം. മോക്ക് ടെസ്റ്റുകളൊക്കെ അറ്റൻഡ് ചെയ്യുന്നില്ലേ? ഏതെങ്കിലും തരത്തിൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ക്ലിയർ ആവാതിരിക്കുകയോ അല്ലെങ്കിൽ അത് റെക്കോർഡഡ് ക്ലാസ് കാണുന്നവർക്ക് കൂടി വേണ്ടിയിട്ടാണ് കേട്ടോ. ഞാൻ ഈ ഭാഗം കൂടി റെക്കോർഡഡിൽ ഉൾപ്പെടുത്തിയിരിക്കുകയാണ്. റെക്കോർഡഡ് ക്ലാസ് കാണുന്നവർക്ക് കൂടിയിട്ടാണ് നമ്മൾ പറയുന്നത്. അപ്പൊ ഏതെങ്കിലും മോക്ക് ടെസ്റ്റിൽ നിങ്ങൾക്ക് മനുഷ്യന്മാര് ഒക്കെ ക്വസ്റ്റ്യൻ തയ്യാറാക്കുന്നത് മനുഷ്യർ തന്നെയാണല്ലോ. എന്തെങ്കിലും തരത്തിലുള്ള എന്താ പറയാ ഡൗട്ട്സോ അല്ലെങ്കിൽ എന്തെങ്കിലും കറക്ഷൻസോ ഉണ്ടെങ്കിൽ അത് പിറ്റേ ദിവസം അത് മാർക്ക് ചെയ്ത് വെച്ചിട്ട് ആ റെസ്പെക്റ്റീവ് ടീച്ചറുമായിട്ട് അത് എന്താ പറയാ ചോദിച്ച് മനസ്സിലാക്കി അത് ക്ലിയർ ചെയ്യാനായിട്ട് നോക്കുക. ചില കൺഫ്യൂഷൻസ് ഇപ്പൊ മോക്ക് ടെസ്റ്റിന്റെ ക്വസ്റ്റ്യൻസിൽ അങ്ങനെ വരുന്നുണ്ടെങ്കിൽ അങ്ങനെ ഉണ്ടെങ്കിലാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്ത് എല്ലാ ക്ലാസ്സുകളിൽ തന്നെ ക്ലിയർ ചെയ്ത് പോകുക. ഓക്കെ, അപ്പൊ അത് ഏത് ടീച്ചറിന്റെ മോക്ക് ടെസ്റ്റ് ആണോ ആ ടീച്ചർ വരുന്നത് വരെ നമ്മളൊന്ന് നോക്കി, അതല്ലെങ്കിൽ ആ ടീച്ചറിനെ ഒന്ന് എന്താ പറയാ അതിലേക്ക് മനസ്സിലാക്കുന്ന രീതിയിൽ ടീച്ചർക്ക് പറഞ്ഞു കൊടുക്കുക. അല്ലെങ്കിൽ ഇന്ന ടീച്ചറിന്റെ ആണെന്ന് പറഞ്ഞിട്ട് ആ ഏതെങ്കിലും കാണുന്ന ടീച്ചറോട് പറയുക. അപ്പൊ ടീച്ചറാണെങ്കിലും അവിടെ ചെന്ന് ഇൻഫോം ചെയ്തോളൂ. ഓക്കെ, അപ്പൊ അങ്ങനെയൊക്കെ നിങ്ങളൊന്ന് ചെയ്യാം. ഓക്കെ, ഈ ബാച്ചിലായിരുന്നു എന്ന് തോന്നുന്നത് കുറച്ച് സിസ്റ്റേഴ്സ് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു കേട്ടു. ഇവിടെയാണോ? ആരെങ്കിലും ഉണ്ടോ അതിനകത്ത് പെട്ട? ഇല്ല, ആർക്കാണ് എനിക്ക് തോന്നുന്നത്. ഇതിലാണ് ഒരു സിസ്റ്റർ ഉണ്ടായിരുന്നു, ഒരു വർഷം സംസാരിച്ചതാ. ആണോ? അതാണ് ഞാൻ ചോദിച്ചത്. സിസ്റ്റേഴ്സിന്റെ ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞിരുന്നു. അപ്പൊ സിസ്റ്റേഴ്സ് ഇപ്പൊ ആരും ഇപ്പൊ ലൈവിൽ ഇല്ലാന്ന് തോന്നുന്നു അല്ലേ? ഇല്ലല്ലോ? ആരുടെങ്കിലും പേര് ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? ഇല്ല തോന്നുന്നു. അവർക്ക് ഇടയ്ക്ക് ഡ്യൂട്ടി ഉണ്ട് എന്നൊക്കെ പറയാറുണ്ട്. അവര് മിക്കതും റെക്കോർഡ് ക്ലാസ്സാ കേൾക്കാറുണ്ട്. ടൈംടേബിളിലായിരിക്കും അവരുടെ റുട്ടീനൊക്കെ നടന്നു പോകുക. അതുകൊണ്ട് തന്നെ അവർക്ക് ചിലപ്പോ ലൈവിൽ കയറാൻ പറ്റില്ല. സോ അവർക്ക് കൂടി വേണ്ടിയിട്ടാണ് എന്തായാലും നിങ്ങൾ എല്ലാവരും എന്താ പറയാ കുറച്ചു പേര് അവരും എന്നെ അന്വേഷിച്ചു പറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെയാണ് കേട്ടോ ഞാൻ ചോദിക്കാനുള്ള കാരണം. അപ്പൊ അന്വേഷിച്ചവർക്കും ഈ അന്വേഷിക്കാനിരിക്കുന്നവർക്കും ഒക്കെ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ് ഒന്നും കൂടി പറയാണ്. നിങ്ങളുടെ ക്ലാസ്സുകളൊക്കെ നല്ല രീതിയിൽ തന്നെ ഒന്ന് പറഞ്ഞിട്ട് ഞങ്ങൾക്ക് സന്തോഷമുണ്ട് കേട്ടോ. അപ്പൊ ഓക്കെ, ലവ് യു ആൾ, സീ യു. താങ്ക് യു മിസ്. ഒന്നും പറയാനില്ലല്ലോ? ഇത് പറയാനില്ലല്ലോ? ക്ലാസ് എല്ലാം വളരെ നല്ല ക്ലാസ്സുകളാണ്. നല്ല ക്ലാസ്സാണ്, നന്നായി മനസ്സിലാവുന്നുണ്ട്. ടീച്ചേഴ്സിന്റെ പേരൊക്കെ അറിയാമോ? അറിയാം മിസ്. അറിയാം മിസ്. ആരൊക്കെയാ പറഞ്ഞേ? അറിയാം. വന്ദന മിസ്, ആതിര മിസ്, ജോബ് സാർ. ഓക്കെ, അപ്പൊ എല്ലാവരുടെയും ക്ലാസ്സുകൾ ആരൊക്കെയാണെന്ന് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പൊ നിങ്ങൾ അവരെയൊക്കെ പറയുന്നത് കേട്ടും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയൊക്കെ പോകാൻ നമ്മൾ എവിടെയെങ്കിലൊക്കെ കാണും അല്ലേ? ക്ലാസ് ഒക്കെ കഴിയുമ്പോ സർട്ടിഫിക്കേഷന്റെ സമയത്ത് എപ്പോഴെങ്കിലൊക്കെ നമ്മൾ കാണും. അപ്പോഴിടയ്ക്ക് എന്നെ ചെറുപ്പം മറന്നു. എന്നെ ആ ഒരു ഇൻട്രൊഡക്ഷൻ ക്ലാസ്സിൽ മാത്രമല്ലേ നിങ്ങൾ മീറ്റ് ചെയ്തുള്ളൂ. ഇപ്പൊ ഞാൻ ഇടയ്ക്ക് കയറി വന്നില്ലെങ്കിൽ എന്നെ മറന്നു പോയേനാ. അതുകൊണ്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് വന്ന് ഇവിടെ തല കാണിക്കും കേട്ടോ. നിങ്ങൾ വിളിച്ചില്ലെങ്കിൽ ഞാൻ വരും. നിങ്ങൾ വിളിക്കാത്തത് കൊണ്ട് മാത്രമാണ് ഇത്രയും. ഒരു മാസത്തില് കഴിഞ്ഞല്ലോ നമ്മള് ഇവിടെ വന്നിട്ട് അല്ലേ, ജോയിൻ ചെയ്തിട്ട് ക്ലാസ് തുടങ്ങിയിട്ട് 1 മാസമായോ? കഴിഞ്ഞില്ലേ? തന്നെ അന്വേഷിച്ചിരുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ വിളിച്ചു കയറിയത്. ആര് വിളിച്ചിരുന്നു എന്നാ പറഞ്ഞേ? മറക്കില്ല, ഒരിക്കലും മറക്കരുതിട്ടാ. ഞങ്ങള് വിളിച്ചിരിക്കുന്നു മിസ്, ഇടക്ക് വരണേന്ന് പറയുക. ഇപ്പൊ ക്ഷണിച്ചിരുന്നു. ഓക്കെ, അപ്പൊ വരുന്നതായിരിക്കും. ഓക്കെ, സീ യു, ബൈ. താങ്ക് യു. ഓക്കെ മാം.